ഹലോ. എങ്ങനെ വളരെ കുറഞ്ഞ മുതൽ മുടക്കിൽ ഒരു 10,000 രൂപയുടെ താഴെ നമുക്ക് എങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വളരെ കുറഞ്ഞ മുതൽ മുടക്കിൽ നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഇന്ന് ഏറ്റവും എളുപ്പത്തിൽ സാധിക്കുന്നത് ഓൺലൈനിലൂടെയാണ്. ഓൺലൈനിൽ ബിസിനസ് തുടങ്ങുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഫിസിക്കൽ ലൊക്കേഷൻ്റെ ആവശ്യമില്ല, ഒരു ഷോപ്പോ റൂമോ ഒന്നും ആവശ്യമില്ല. വേഗത്തിൽ തന്നെ തുടങ്ങാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഓവർ സ്റ്റോക്ക് ചെയ്യേണ്ടതായിട്ട് വരില്ല. ഇപ്പോൾ നിങ്ങളൊരു ഷോപ്പ് തുടങ്ങുകയാണെങ്കിൽ തന്നെ അതിൽ സ്റ്റോക്ക് വേണം. സ്റ്റോക്ക് ഇല്ലാതെ നമുക്ക് എന്തായാലും സെല്ല് ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷേ ഓൺലൈനിൽ ചെയ്യാൻ നേരത്തെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ വലിയ സ്റ്റോക്ക് ഇല്ലെങ്കിലും നമുക്ക് ബിസിനസ് ചെയ്യാനായിട്ട് സാധിക്കും. എന്തുകൊണ്ട് ഓൺലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മെയിനായിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓൺലൈൻ മാർക്കറ്റ് ഓരോ ദിവസം കഴിയുന്നവരും വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ആളുകൾ ഓൺലൈനിന് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ആശ്രയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞൊരു 10 കൊല്ലത്തിൽ താഴെയായിട്ടുള്ളൂ ഈ മാറ്റം സംഭവിച്ചിട്ട്. നമ്മുടെ ഈ ഇന്ത്യയിൽ മാറ്റം സംഭവിച്ചിട്ട് അതിന് കുറച്ച് ഘടകങ്ങളുണ്ട്. അതിന് എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്നുള്ളത്. ഒന്നാമതായിട്ട് നമുക്ക് വളരെ ചീപ്പ് റേറ്റിൽ സ്മാർട്ട് ഫോണുകൾ അവൈലബിൾ ആയി തുടങ്ങി. ഒരാളുടെ മാസ സാലറിയുടെ പകുതി എടുത്താൽ പോലും ഇന്ന് തരക്കേടില്ലാത്തൊരു സ്മാർട്ട് ഫോൺ വാങ്ങാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരും ഓൺലൈനിലേക്ക് വന്നു. പിന്നെ അത് മാത്രമല്ല, സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. ഇൻ്റർനെറ്റ് കണക്ഷൻ 4G വന്നു. അതുപോലെ തന്നെ നമുക്ക് സൗജന്യമായിട്ട് കോൾസ്, അതുപോലെ 1.5 GB സംതിങ് ഡെയിലി ഡാറ്റ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ ഒരു വലിയൊരു മാസിനെ ഓൺലൈനിലേക്ക് അട്രാക്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഗവൺമെൻറ് UPI കൊണ്ടുവന്നു. UPI കൊണ്ടുവന്നുകൊണ്ട് നമുക്കുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കസ്റ്റമേഴ്സിന് പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ കൊറോണ വന്ന ടൈമിൽ ഒരുപാട് പേര് ഓൺലൈനിനെ പല പല കാര്യങ്ങൾക്ക് വേണ്ടി ആശ്രയിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇതെല്ലാം ഈ ഓൺലൈൻ മാർക്കറ്റ് ഓരോ ദിവസവും വലുതായി വരുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ തുടക്ക സമയത്ത് തന്നെ അതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വളർച്ച ഉണ്ടാവും. ഈ ഓൺലൈൻ എന്ന് പറയുമ്പോൾ എന്താണ് ഈ സംഗതി? എവിടെയാണ് ശരിക്കും ബിസിനസ് തുടങ്ങുക? ഇതാണ് അധിക പേരുടെയും സംശയം. അധിക ആളുകളും ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും. അവിടെ വരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കം തന്നെ നിങ്ങൾക്ക് GST വേണ്ടതായിട്ട് വരും. GST എടുത്തു കഴിഞ്ഞാൽ ഓരോ സെയിലിന് നമ്മൾ സ്വാഭാവികമായിട്ടും ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ GST ഇല്ലാതെ അതിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കില്ല. അവിടെ ചെറിയൊരു ഫ്രിക്ഷൻ ഉണ്ട്, ചെറിയൊരു തടസ്സമുണ്ട്. ഇനി മറ്റു ചിലർ ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടേതായിട്ടുള്ള ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ വെബ്സൈറ്റ് ഉണ്ടാക്കി അതിലൂടെ വിൽക്കാനായിട്ട് ഇ-കൊമേഴ്സ് വെബ്സൈറ്റ്, ഷോപ്പിഫൈ വെബ്സൈറ്റ് എല്ലാം ക്രിയേറ്റ് ചെയ്തിട്ട് ചെയ്യാനായിട്ട് നോക്കും. അവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ടെക്നിക്കൽ കാര്യങ്ങൾ കുറച്ചെങ്കിലും നിങ്ങൾക്ക് അറിയണം. എന്നാൽ മാത്രമാണ് സ്മൂത്തായിട്ട് അത് റൺ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. പിന്നെ വെബ്സൈറ്റ് ഉണ്ടാക്കിയിടുന്നതിലൊന്നും അല്ല കാര്യം. അതിൻ്റെ അകത്തെ കസ്റ്റമർ വരണം, കസ്റ്റമറെ കൊണ്ട് വാങ്ങിപ്പിക്കണം, ഇതിലാണ് കാര്യം. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കുറച്ചധികം കാശ് ചിലവാകും. ഇനി ഏറ്റവും എളുപ്പത്തിൽ വേഗത്തിൽ ലാഭകരമായിട്ട് ഓൺലൈനിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ അത് വേറെ ഒന്നുമല്ല, സോഷ്യൽ മീഡിയയാണ്. യാതൊരു സംശയവും അതിലില്ല. സോഷ്യൽ മീഡിയയുടെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എല്ലാവരും തന്നെ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. നമ്മുടെ കസ്റ്റമേഴ്സ് എവിടെയാണോ ശ്രദ്ധ കൊടുക്കുന്നത് അവിടെയാണ് നമ്മൾ പ്രൊഡക്റ്റും സർവീസുമായിട്ട് അവരുടെ മുമ്പിലെത്തേണ്ടത്. അപ്പോൾ സോഷ്യൽ മീഡിയയാണ് ഏറ്റവും എളുപ്പത്തിൽ തുടങ്ങാനായിട്ട് സാധിക്കുന്നത്. കാരണം ഇത് സൗജന്യമായിട്ട് നമുക്ക് ഉപയോഗിക്കുക. പ്രത്യേകമായിട്ടൊരു കമ്മീഷനോ കാര്യങ്ങളോ ഒന്നും കൊടുക്കേണ്ടതില്ല. പിന്നെ നേരത്തെ ആമസോണിൻ്റെ കേസ് പറഞ്ഞ പോലെ ആമസോണിൽ കമ്മീഷൻ കൊടുക്കേണ്ടതായിട്ട് വരും. നിങ്ങൾക്കൊരു സെയിൽ കിടന്നാൽ അതിൻ്റേതായിട്ടുള്ള പെർസെൻറ്റേജ് വൈസിൽ ഫിക്സഡ് അല്ല, കമ്മീഷൻ കൊടുക്കേണ്ടതായിട്ട് വരും. സോഷ്യൽ മീഡിയയിൽ ഈ ഒരു പ്രശ്നമില്ല. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വളരെ കുറഞ്ഞ മുതൽ മുടക്കിൽ വേഗത്തിൽ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെയുള്ള ബിസിനസ്സാണ്. ഓൺലൈനിൽ സോഷ്യൽ മീഡിയയിലൂടെയുള്ള ബിസിനസ്. ഇനി പലരെയും സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എവിടെ സ്റ്റാർട്ട് ചെയ്യും, എങ്ങനെ തുടങ്ങും, എന്ത് പ്രൊഡക്റ്റ് എടുക്കും, അതാണ് പലരുടെയും സംശയം. എന്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതാണ് സംശയം. സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാം, എന്തെങ്കിലും നമ്മുടെ കയ്യിൽ വിൽക്കാൻ വേണം, എന്നാലാണ് അതിനെ ബിസിനസ് എന്ന് പറയുള്ളൂ. ഒന്നല്ലെങ്കിൽ അതൊരു പ്രൊഡക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ സർവീസ് ആയിരിക്കണം. ഈ പ്രൊഡക്റ്റ് തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഓൺലൈനിൽ. അത് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. ഒന്നാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഡാമേജ് വരുന്ന പ്രൊഡക്റ്റുകൾ നിങ്ങൾ തിരഞ്ഞെടുക്കാതിരിക്കുക. ചില്ലിൻ്റെ, അതേപോലെ തന്നെ സെറാമിക് പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന സംഗതികളുണ്ടല്ലോ, പെട്ടെന്ന് ചിളങ്ങിപ്പോകുന്ന ഡാമേജ് വരുന്ന പ്രൊഡക്റ്റുകളൊക്കെ ഒഴിവാക്കുക. ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കൊറിയർ അയച്ച് കൊടുക്കാൻ നേരത്ത്
കൊറിയർ കമ്പനികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി അത് ചിളങ്ങി പോകാനുള്ള സാധ്യതയുണ്ട്, പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളുടെ ആ കൊറിയർ കാശ് നഷ്ടമാവും, പാക്കേജിങ്ങിൻ്റെ കാശ് നഷ്ടമാവും. അത് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. കാരണം എടുത്ത് കളയേണ്ടതായിട്ട് വരും, കസ്റ്റമർക്ക് റീഫണ്ട് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇങ്ങനത്തെ കുറേ തലവേദനകളൊക്കെ ഉണ്ട് പെട്ടെന്ന് പൊട്ടിപ്പോണ പ്രൊഡക്റ്റുകൾ എടുത്തു കഴിഞ്ഞാൽ. പിന്നെ ഒരുപാട് വലിപ്പമുള്ള നല്ല തൂക്കമുള്ള പ്രൊഡക്റ്റുകൾ എടുക്കാതിരിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ കൊറിയർ ചാർജ് വരും. കൊറിയർ ചാർജ് ഒരുപാട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രോഫിറ്റിനെ അത് ബാധിക്കും. അപ്പോൾ അതും ഒരു പ്രശ്നമാണ്. ഒരുപാട് തൂക്കമുള്ള നല്ല കനമുള്ള പ്രൊഡക്റ്റുകളൊക്കെ നിങ്ങൾ ഒഴിവാക്കാം. ഇനി അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് പ്രൈസ്. തരക്കേടില്ലാത്ത വിലക്ക് വിൽക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആയിരിക്കണം. നമ്മൾ വളരെ ചീപ്പായിട്ടുള്ള 30 രൂപ, 50 രൂപ, 90 രൂപ, 100 രൂപ അങ്ങനത്തെ പ്രൊഡക്റ്റുകളൊന്നും നിങ്ങൾ വിൽക്കാതിരിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നല്ല പ്രയാസമാണ് നമുക്ക് അത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ വിറ്റ് തുച്ഛമായിട്ടുള്ള ലാഭം കിട്ടി അത് വലിയൊരു തുകയായിട്ട് നിങ്ങളുടെ ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ളൊരു തുകയായിട്ട് മാറണമെങ്കിൽ നല്ല ടൈം എടുക്കും, നല്ലോണം ഓർഡറുകൾ ജനറേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ അതിൻ്റെ പുറകെ വേറെ കുറേ തലവേദനകളും. അപ്പോൾ വളരെ ലോ ടിക്കറ്റ് പ്രൊഡക്റ്റുകൾ എന്നാണ് അതിന് സാധാരണ പറയാം. ഈ ലോ ടിക്കറ്റ് പ്രൊഡക്റ്റുകളെല്ലാം തന്നെ ഒഴിവാക്കാം. ഇനി ലോ ടിക്കറ്റ് പ്രൊഡക്റ്റുകൾ വിൽക്കുകയാണെങ്കിൽ തന്നെ ബണ്ടിൽ ചെയ്തിട്ട് വിൽക്കാനായിട്ട് നോക്കാം. അത് കുറച്ചധികം വില ഉണ്ടാവണം, ടിക്കറ്റ് സൈസ് ഉണ്ടാവണം. അതായത് കുറച്ചധികം വിലക്ക് വിൽക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അതായത് ഒരു ഓർഡർ നടക്കാൻ നേരത്ത്, ഒരു സെയിൽ നടക്കാൻ നേരത്ത് തരക്കേടില്ലാത്തൊരു ലാഭം നമുക്ക് കിട്ടണം. ഒരു 2-3 സെയിൽ ഒരു ദിവസം നടന്നാൽ തന്നെ മെച്ചപ്പെട്ട ഒരു വരുമാനത്തിലേക്ക് വരാനായിട്ട് സാധിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് തരക്കേടില്ലാത്ത പ്രൈസ് ഉള്ളൊരു പ്രൊഡക്റ്റ് ആയിരിക്കണം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. ഇനി വേറൊരു കാര്യം ശ്രദ്ധിക്കുക, എന്ത് പ്രൊഡക്റ്റ് നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോഴും ഓവർ സ്റ്റോക്ക് ചെയ്യാതിരിക്കുക. പലരും വരുത്തുന്നൊരു മിസ്റ്റേക്കാണ്. ഇത്ര 1000-ന് എടുത്തു കഴിഞ്ഞാൽ ഒരു പീസ് ഇത്ര രൂപക്ക് തരാം. അപ്പം എന്താ വെച്ചാൽ നമ്മൾ കൂടുതൽ എടുത്തു വെക്കാനായിട്ട് നോക്കും. കാരണം വില കുറച്ച് കിട്ടൂല. തുടക്ക സമയത്ത് ഹോൾസെയിൽ പ്രൈസ് കുറച്ച് കൂടുതലാണെങ്കിലും കുറച്ച് ക്വാണ്ടിറ്റി എടുക്കുന്നതാണ് നല്ലത്. വളരെ കുറച്ച് മുതൽ മുടക്ക് മാത്രം അവിടെ സ്പെൻഡ് ചെയ്തിട്ട്, സ്റ്റോക്കിൽ കുറച്ച് മാത്രം സ്പെൻഡ് ചെയ്തിട്ട് അതിൻ്റെ ഇൻഡിവിജ്വൽ ഓർഡറിന് ഒരു ഇതുണ്ടല്ലോ. അതായത് ഒരെണ്ണം എടുക്കുമ്പോൾ, ഇപ്പോൾ ഉദാഹരണം പറയുന്നത് ഒരെണ്ണം എടുക്കുമ്പോൾ 10 രൂപ, നിങ്ങൾ 10,000 രൂപക്ക് എടുക്കുകയാണെങ്കിൽ ഒരെണ്ണം എടുക്കുമ്പോൾ 8 കുറയും. 1 ലക്ഷത്തിന് എടുക്കാൻ നേരത്തെ 6 കുറയും. അങ്ങനെ കുറവ് കണ്ടു എന്ന് കരുതി ഓവർ സ്റ്റോക്ക് ചെയ്യരുത്. ഓവർ സ്റ്റോക്ക് ചെയ്താലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് ഇത് വിറ്റ് പോയില്ലെങ്കിൽ കുറച്ച് പ്രശ്നമാണ്. നമുക്കത് അങ്ങനെ സ്റ്റക്കായിട്ട് ഇങ്ങനെ ഇരിക്കും. ഈ സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷാണ്, നമുക്കറിയാമല്ലോ, അത് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമല്ല. അപ്പോൾ ഇത് നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക, ഒരുപാട് ഓവർ സ്റ്റോക്ക് ചെയ്യാതിരിക്കുക. ഇനി പ്രൊഡക്റ്റിൽ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. ചില പ്രൊഡക്റ്റുകൾ നമ്മൾ നല്ല രീതിയിൽ ക്ലിക്കാവും, നല്ല രീതിയിൽ നമുക്ക് ഓർഡറുകൾ വരും. അങ്ങനെ ഓർഡർ വരാൻ നേരത്ത് ഇതിൻ്റെ സപ്ലൈ നിന്നു പോരുത്. ഇത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടണം. കാരണം കസ്റ്റമേഴ്സ് ചോദിക്കുകയാണ്, അവർ കാശ് തരാൻ തയ്യാറാണ്, പക്ഷേ നിങ്ങളുടെ അടുത്ത് വിൽക്കാൻ സാധനമില്ല, സ്റ്റോക്കില്ല. സ്റ്റോക്ക് പെട്ടെന്ന് ഡെഡായി പോരുത്, സപ്ലൈ ഡെഡായി പോരുത്. ഇത് എവിടെന്നെങ്കിലും നമുക്ക് പെട്ടെന്ന് ഓർഡർ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് എടുത്ത് കൊടുക്കാനായിട്ട് സാധിക്കണം. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സെയിൽ കിട്ടേണ്ടിയിരുന്ന ലാഭം നമുക്ക് നഷ്ടമാവും. കസ്റ്റമർ റെഡിയാണ് പേ ചെയ്യാൻ, പക്ഷേ നിങ്ങൾക്ക് സപ്ലൈ ഇല്ല, ഈ സാധനം നിങ്ങളുടെ അടുത്ത് സ്റ്റോക്കില്ല. അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾക്ക് വരരുത്. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ് ഒരു പ്രത്യേക പ്രൊഡക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് സപ്ലൈ കിട്ടുന്നത് എവിടെയാണെന്നുള്ളത് നിങ്ങൾ പഠിക്കുക. നിങ്ങളുടെ പരിസരത്തു നിന്ന് എന്തെങ്കിലും പ്രൊഡക്റ്റ് കണ്ടെത്താൻ സാധിക്കുമെങ്കിൽ അങ്ങനെ കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. ഏറ്റവും കുറഞ്ഞ കോസ്റ്റിൽ നമുക്ക് എവിടെ നിന്ന് അത് സോഴ്സ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നോക്കാം. ഇനി ചിലർക്ക് മേക്ക് ചെയ്യാനായിട്ട് സാധിക്കും, സ്വന്തം മേക്ക് ചെയ്യാനായിട്ട് സാധിക്കുമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ എപ്പോഴും ഒരു പ്രൊഡക്റ്റ് തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധമില്ല ഒരു ബിസിനസ് ചെയ്യാനായിട്ട്. സർവീസ് ബേസ്ഡ് ഡിജിറ്റൽ പ്രൊഡക്റ്റുകൾ ഇതെല്ലാം തന്നെ നമുക്ക് സെല് ചെയ്യാനായിട്ട് സാധിക്കും. ഓൺലൈനിലൂടെ എന്തെങ്കിലും സർവീസ് കൊടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും. എന്തെങ്കിലും കൺസൾട്ടേഷനോ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിഷയത്തിൽ അറിവുണ്ട്, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് ഒരു ഇന്ന വിഷയത്തിലാണ്, അങ്ങനെയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കൺസൾട്ടേഷൻ കോഴ്സുകൾ, നിങ്ങളുടെ PDF ബുക്സ് ഇതെല്ലാം നമുക്ക് ഓൺലൈനിലൂടെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്കൊരു തൊട്ട് നോക്കാൻ പറ്റുന്ന ഒരു ഫിസിക്കൽ പ്രൊഡക്റ്റ്, അതായത് കുട്ടികൾ കളിക്കുന്ന ഒരു ടോയ്, അത് തന്നെ വേണമെന്നില്ല. കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും കൗൺസിലിങ്ങോ അല്ലെങ്കിൽ കുട്ടികളുടെ പേരൻസിന് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും നമുക്കൊരു സർവീസ് ബേസ്ഡ് ബിസിനസ് ആണെങ്കിലും മതി. ഇവിടെ പലപ്പോഴും പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ, നല്ല എഡ്യൂക്കേഷനുള്ള സ്ത്രീകൾ അവർ വീട്ടിലിരുന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന ആഗ്രഹമുള്ളവരുണ്ട്. അധിക സമയവും അവരുടെ തലയിൽ പോകുന്ന ഇത്തരം പ്രൊഡക്റ്റുകളാണ്. എന്നാൽ നല്ല രീതിയിൽ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാൾക്ക് സർവീസ് ബേസ്ഡ് ബിസിനസ് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും.
ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് സ്റ്റോക്ക് ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ നമുക്ക് കൊറിയർ അയക്കേണ്ട തലവേദനകളോ കാര്യങ്ങളോ ഒന്നുമില്ല. പൊട്ടിപ്പോവോ ചളങ്ങിപ്പോവോ എന്നുള്ള യാതൊരുവിധ ടെൻഷനില്ല. ഇനി പച്ച, നീല, ചുവപ്പ് അങ്ങനത്തെ പ്രശ്നമില്ല. സൈസിൻ്റെ പ്രശ്നമില്ല. എക്സ്, എൽ, എം അങ്ങനത്തെ പ്രശ്നമില്ല. അപ്പോൾ ഇത് സർവീസ് ബേസ്ഡ് ബിസിനസ് ചെയ്യുന്നവർക്ക് ഒരു ഗുണം അവിടെയുണ്ട്. കോമ്പറ്റീഷൻ കൂടുതലാണ് സർവീസ് മേഖലയിൽ, പക്ഷേ നമുക്ക് കുറച്ചും കൂടി ബെനിഫിറ്റ് ഉണ്ട്, കുറച്ചും കൂടി ഫ്രീ ആയിരിക്കും സർവീസ് ബേസ്ഡ് ബിസിനസ് ചെയ്യുന്നവർ. ഞാനത് പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഓപ്ഷനും ഉണ്ട്. പ്രൊഡക്റ്റ് ബേസ്ഡും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, സർവീസ് ബേസ്ഡും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരുടെയും തലയിൽ ആദ്യം പോകുന്നത് ഈ പ്രൊഡക്റ്റ് ബേസ്ഡാണ്. അത് അങ്ങനെ തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. നിങ്ങൾക്ക് സർവീസ് ബേസ്ഡ് ആയിട്ടുള്ള ബിസിനസ്സുകളും പ്രിഫർ ചെയ്യാവുന്നതാണ്. ഇതാണ് നമ്മൾ 2ാമത്തെ സ്റ്റേജിൽ ചെയ്യേണ്ടത്. ആദ്യത്തേത് നമ്മൾ ഓൺലൈനിൽ അവിടെ തുടങ്ങുക എന്നുള്ളതാണ്. അത് സോഷ്യൽ മീഡിയ നമ്മൾ സെലക്ട് ചെയ്യുക. 2ാമതായിട്ടുള്ളത് നമ്മളുടെ പ്രൊഡക്റ്റ് ഓർ സർവീസ് സെലക്ട് ചെയ്യുക എന്നുള്ളത്. ഇത് നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഇവിടെ പലപ്പോഴും ആളുകൾ ചോദിക്കുന്നൊരു ചോദ്യമാണ്, വിജയിക്കോ, ഇന്ന സാധനം തുടങ്ങിക്കഴിഞ്ഞാൽ വിജയിക്കോ? ഈ വിജയിക്കോ എന്നുള്ള ചോദ്യം നിങ്ങൾ ആരോടും ചോദിക്കരുത്. കാരണം ഇത് ആർക്കും നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് സാധിക്കില്ല. ഈ വിജയം പലതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ്. ഒന്ന്, ചിലപ്പോൾ നല്ല രീതിയിൽ സെയിൽ ഉണ്ടാവും, പക്ഷേ നിങ്ങൾക്ക് ക്യാഷ് മാനേജ് ചെയ്യാൻ അറിയില്ലെങ്കിൽ പരാജയപ്പെടും. ബിസിനസ്സിൽ നിന്ന് വരുന്ന ഇൻകമൊക്കെ നിങ്ങൾ മറ്റ് എക്സ്പെൻസുകൾക്ക് വേണ്ടിയിട്ട് ചിലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വരവിൽ കവിഞ്ഞ് നിങ്ങൾ ചിലവഴിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ത് സാധനം വിറ്റാലും എത്ര സെയിൽ കിട്ടിയാലും വിജയിക്കാനുള്ള സാധ്യതയില്ല. പിന്നെ ഒരാൾക്കും ഇത് പറഞ്ഞു തരാൻ സാധിക്കില്ല. ആരോടും ഞങ്ങൾ ഇത് തുടങ്ങിയാൽ വിജയിക്കുമോ, അത് തുടങ്ങിയാൽ വിജയിക്കുമോ എന്ന് ചോദിക്കരുത്. കാരണം അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആർക്കും സാധിക്കില്ല. ഫ്യൂച്ചർ ആർക്കാണ് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുക? സൂചനകൾ തരാനായിട്ട് സാധിക്കും. വിജയിക്കുമോ എന്നുള്ള ചോദ്യത്തിന് യാതൊരു പ്രസക്തിയില്ല. കാരണം അത് വ്യക്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങൾക്ക് കാശ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണത് മാനേജ് ചെയ്യുക? നിങ്ങൾ വരവിൽ കൂടുതൽ നിങ്ങൾ ചിലവാക്കുമോ? അനാവശ്യമായിട്ടുള്ള എക്സ്പെൻസുകൾ നിങ്ങൾ വരുത്തി വെക്കുമോ? ഒരുപാട് ലോണുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ പോയി എടുക്കുക. ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങളുടെ വിജയം. ഇനി എല്ലാ സമയവും നമ്മളുടെ ആദ്യത്തെ പ്രൊഡക്റ്റ് തന്നെ സക്സസ് ആയിക്കൊള്ളണമെന്നില്ല, ആദ്യത്തെ ബിസിനസ് സക്സസ് ആയിക്കൊള്ളണമെന്നില്ല. പല സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ്സുകാരെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ആദ്യത്തെ ബിസിനസ്സുകളെല്ലാം ചിലപ്പോൾ പരാജയപ്പെട്ടിട്ടുണ്ടാവും. ഹൈലി സക്സസ്ഫുൾ ആയിട്ടുള്ളവരെ നിങ്ങൾ എടുത്തു നോക്കിക്കും. 1-ൽ പരാജയപ്പെട്ട്, 2-ൽ പരാജയപ്പെട്ട്, 3-ലായിരിക്കും അവർ അതിൽ ക്ലച്ച് പിടിച്ചത്. ഈ ഓരോ ടൈമിലും നമ്മൾ ഫെയിൽ ആകുമ്പോഴും നമുക്ക് ഒരുപാട് അറിവുകൾ കിട്ടുന്നുണ്ട്. ആ പ്രൊഡക്റ്റ് ഫെയിലായി, പക്ഷെ അതിലൂടെ നമുക്ക് ഒരുപാട് മാർക്കറ്റിംഗ് സ്കില്ല് കിട്ടിയിട്ടുണ്ട്, സെയിൽസിൻ്റെ നോളജ് കിട്ടിയിട്ടുണ്ട്, നെറ്റ് കണക്ഷൻസ് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. എന്ത് ചെയ്യാൻ പാടില്ല എന്ന് അറ്റ്ലീസ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. എന്ത് ചെയ്യണമെന്നുള്ളത് ഇപ്പോഴും നമുക്ക് കിട്ടിയിട്ടുണ്ടാവില്ല, പക്ഷെ എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ളത് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ പലത് പരീക്ഷിച്ച് നോക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതല്ലാതെ അത് തുടങ്ങിയാൽ വിജയിക്കുമോ, ഇത് തുടങ്ങിയാൽ വിജയിക്കുമോ എന്നൊന്നും ആർക്കും പറഞ്ഞു തരാനായിട്ട് സാധിക്കില്ല. അത് നിങ്ങൾ പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ 1-ൽ ഫെയിലായി എന്ന് കരുതി അതൊരു കംപ്ലീറ്റ് ഫെയിലിയർ അല്ല. കാരണം ആ ഫെയിലിയറിൽ നിന്ന് നിങ്ങൾ എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ പുതിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പഴയ ഫെയിലിയറിൽ നിന്ന് ഞാൻ പാഠങ്ങൾ ഉൾക്കൊണ്ടു, ഇത്തവണ അതൊക്കെ ഞാൻ തിരുത്താനുള്ള അവസരമാണ് നെക്സ്റ്റ് വെഞ്ചർ, പുതിയ വെഞ്ചർ. അപ്പോൾ അതോർത്ത് പേടിക്കേണ്ട കാര്യമില്ല. കണ്ടിന്യൂസ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകാമെന്നുള്ളതാണ്. പ്രൊഡക്റ്റും സർവീസും തിരഞ്ഞെടുക്കാൻ നേരത്ത് ഞാൻ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതാണ് കണ്ടിന്യൂസ് ആയിട്ട് മാർക്കറ്റിംഗ് ചെയ്യുക എന്നുള്ളത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയാണ്. നിങ്ങളുടെ അടുത്തൊരു പ്രൊഡക്റ്റ് ഉണ്ടായതുകൊണ്ടോ ഒരു സർവീസ് ഉണ്ടായതുകൊണ്ടോ കാര്യമില്ല. വേണ്ടത്ര എണ്ണം കസ്റ്റമേഴ്സിനെ കണ്ടെത്താനായിട്ട് നിങ്ങൾക്ക് സാധിച്ചില്ലെങ്കിൽ എന്ത് പ്രൊഡക്റ്റ് ആണെങ്കിലും, എന്ത് ബിസിനസ് ആണെങ്കിലും, എന്ത് സർവീസ് ആണെങ്കിലും പ്രയാസപ്പെടും. അതിൽ യാതൊരു സംശയമില്ല. മാർക്കറ്റിംഗ് എന്താണ്? മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മളിൽ നിന്ന് വാങ്ങാൻ സാധ്യതയുള്ള വിഭാഗം കസ്റ്റമേഴ്സിനെ കണ്ടെത്താൻ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെയാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. കസ്റ്റമേഴ്സിലേക്ക് എത്താനായിട്ട് നമുക്ക് സാധിക്കണം. ഇങ്ങനെ കസ്റ്റമേഴ്സിനെ എങ്ങനെ കണ്ടെത്താം, ഏത് ചാനൽ ഉപയോഗിച്ച് അതിലെന്ത് ചെയ്തു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിനെ കണ്ടെത്താം എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത്. നിങ്ങൾ ചെയ്യേണ്ടത് വേറെ ഒന്നുമില്ല, എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ്, വാട്സപ്പിൻ്റെ ബിസിനസ്, ഇതിലെല്ലാം തന്നെ നിങ്ങളുടെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് മെയിനായിട്ടുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെല്ലാം തന്നെ തുടർച്ചയായിട്ട് നിങ്ങൾ വീഡിയോ മാർക്കറ്റിംഗ് തുടർച്ചയായിട്ട് ചെയ്യുക. എല്ലാ ദിവസവും നിങ്ങൾ ചെയ്യണം. അറ്റ്ലീസ്റ്റ് ഒരു 30 ദിവസമെങ്കിലും, ഞാൻ മിക്ക വീഡിയോയിലും അത് പറയാറുണ്ട്, അറ്റ്ലീസ്റ്റ് ഒരു 30 ദിവസമെങ്കിലും തുടർച്ചയായിട്ട് ചെയ്യണം. നിങ്ങളുടെ ആ പ്രൊഡക്റ്റ് ഫേസ് കാണിക്കാൻ മടിയുള്ളവർ അറ്റ്ലീസ്റ്റ് ആ പ്രൊഡക്റ്റ് കയ്യിലെടുത്ത് പിടിച്ച് അതിൻ്റെ ബെനിഫിറ്റുകളെ പറ്റി പറഞ്ഞിട്ടെങ്കിലും വീഡിയോയിലൂടെ തന്നെ മാർക്കറ്റിംഗ് ചെയ്യണം. പലരും വരുത്തുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഏതെങ്കിലുമൊക്കെ ഗ്രാഫിക് ഡിസൈൻ അറിയാവുന്ന ആളുകളെ കൊണ്ട് കുറേ പോസ്റ്റർ ഉണ്ടാക്കിപ്പിക്കും. എന്നിട്ട് അതിൽ കുറേ എന്താ പറയുക
കുറച്ച് പൂക്കളും ഇതൊക്കെ വെച്ചിട്ട് നിങ്ങളുടെ ബ്രാൻഡും ഇതൊക്കെ വെച്ചിട്ട് അതങ്ങ് പോസ്റ്റ് ചെയ്യും, അതിലൂടെ ഓർഡർ കിട്ടുമെന്നാണ് പലരും തെറ്റിദ്ധരിച്ചിരിക്കണേ. അത് വെറുതെയാണ്. കാരണം ഈ ഫോട്ടോയുടെയും പോസ്റ്ററിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു പോയി. ഇപ്പോൾ എല്ലാവരും വീഡിയോയാണ് കൺസ്യൂം ചെയ്യണം. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള കാര്യം തന്നെ എടുത്തു നോക്കുക. നിങ്ങളിങ്ങനെ ഒരു പോസ്റ്ററിലായിട്ട് നോക്കി ഇങ്ങനെ ഇരിക്കുമോ കുറേ നേരം? ഇല്ലല്ലോ. നിങ്ങൾ കാണുന്നത് വീഡിയോസാണ്, നിങ്ങൾ കാണുന്ന റീൽസാണ്, നിങ്ങൾ കാണുന്ന ഇതേപോലുള്ള ലോങ് ഫോം യൂട്യൂബ് വീഡിയോസാണ്. വീഡിയോ നിർബന്ധമാണ്. പോസ്റ്ററുകൾ ഒന്നാമത് പോസ്റ്റർ ഉണ്ടാക്കാൻ കുറേ ടൈം എടുക്കും നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ. ഇനി മറ്റ് ആപ്പുകളൊക്കെ യൂസ് ചെയ്ത് നിങ്ങൾ കുറച്ച് ടൈം എടുത്ത് പോസ്റ്റർ ഉണ്ടാക്കിയാലും ഇത് അപ്ലോഡ് ചെയ്ത് കഴിയാൻ നേരത്ത് നിങ്ങൾക്ക് വലിയ റീച്ചോ കാര്യങ്ങളൊന്നും കിട്ടില്ല. വീഡിയോയിലൂടെ തന്നെ മാർക്കറ്റിംഗ് ചെയ്യുക, തുടർച്ചയായിട്ട് ചെയ്യുക, ഏറ്റവും കുറഞ്ഞത് 30 ദിവസമെങ്കിലും ചെയ്യുക. എന്നാലാണ് നമുക്ക് റിസൾട്ട് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. പിന്നെ 30 ദിവസത്തിൽ താഴെയാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കണമെങ്കിൽ നിങ്ങളിതിലേക്ക് ഇറങ്ങേണ്ടതാണ് ഞാൻ പറയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു കാര്യം ഒരു 30 ദിവസമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ലെങ്കിൽ വെറുതെ വേസ്റ്റാണ് നിങ്ങളുടെ ടൈം. കാരണം 30 ദിവസത്തിന് താഴെ നിങ്ങൾ എന്തൊക്കെ സ്പെൻഡ് ചെയ്യണോ അതൊക്കെ വേസ്റ്റായിട്ട് മാറും, ഒരു ഗുണം ഉണ്ടാവില്ല. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളിത് ചെയ്യുക. അറ്റ്ലീസ്റ്റ് ഒരു 30 ദിവസമെങ്കിലും എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും വീഡിയോയിലൂടെ തന്നെ മാർക്കറ്റിംഗ് ചെയ്യുക. വീഡിയോ ഇനി ഒറ്റ പ്രൊഡക്റ്റാണ് നിങ്ങളുടെ അടുത്തുള്ളൂ, അതിനെപ്പറ്റി ഒന്നും പറയാനില്ലെങ്കിൽ കൂടിയും ആ സെയിം പ്രൊഡക്റ്റിനെ പറ്റി പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞ് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ചെയ്യാമെന്നാണ് ഞാൻ പറയാം. ഒറ്റ പ്രൊഡക്റ്റായിരിക്കും നിങ്ങളുടെ അടുത്ത് ഉണ്ടാവുള്ളൂ. ആ പറഞ്ഞത് തന്നെ പറഞ്ഞ് ആദ്യം ഒരു ദിവസം വീഡിയോ എടുക്കുക, അപ്ലോഡ് ചെയ്യുക, എന്നിട്ട് അത് നിങ്ങളുടെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയുക. വീണ്ടും അടുത്ത ദിവസം ഈവൻ ഒന്നും നിങ്ങൾക്ക് പറയാൻ കിട്ടിയില്ലെങ്കിൽ പോലും കഴിഞ്ഞ ദിവസം എന്താണോ പറഞ്ഞത് അത് തന്നെ പറഞ്ഞിട്ട് വീണ്ടും അപ്ലോഡ് ചെയ്യുക. നിങ്ങളെ ജഡ്ജ് ചെയ്യാനായിട്ട് ആരും ഇരിക്കണില്ല. ഒരു പാനൽ പോലെ ഒരു 5 ജഡ്ജിമാരിയ്ക്കുന്നു. എന്നിട്ട് ഇന്നലത്തെ വീഡിയോ അവർ ആദ്യം കാണുന്നുണ്ട്, പിറ്റേ ദിവസത്തെ വീഡിയോ അടുത്ത ദിവസത്തെ വീഡിയോ കാണുന്നുണ്ട്. ഓരോ ദിവസം അതെന്താ ഇങ്ങനെ ചെയ്ത് അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കാൻ ആരും ഇവിടെ ഇല്ല. മനസ്സിലായില്ലേ? അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് പിന്നെ ആളുകൾക്കൊക്കെ വേറെ പരിപാടിയുണ്ട്. നിങ്ങളെന്താ ചെയ്തുകൊണ്ടിരിക്കണതെന്ന് നോക്കിയിരിക്കുകയല്ല ആളുകൾ. പലരുടെയും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മറ്റുള്ളവരെന്ത് വിചാരിക്കുന്നു കരുതി ഇതൊന്നും ചെയ്യാതിരിക്കും. അങ്ങനെ വരുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരാൻ പറ്റില്ല. അത് ഇതിൽ മാത്രമല്ല, ബിസിനസ്സിൽ മാത്രമല്ല, ലൈഫിലെ ഏത് സെഗ്മെൻറ്റിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ചെയ്യുക, വീഡിയോ തന്നെ നിർബന്ധമായിട്ട് ചെയ്യുക. മാർക്കറ്റിംഗ് ചെയ്തില്ലെങ്കിൽ എന്താ പ്രശ്നം എന്നറിയോ? നിങ്ങളുടെ അടുത്ത് ഈ സാധനം വിൽക്കാനുണ്ടെന്ന് ആളുകൾ അറിയില്ല. അത് തന്നെയാണ് പ്രശ്നം. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം എന്തോ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ വിൽക്കാനുണ്ടല്ലോ, എന്തോ ഒരു പ്രൊഡക്റ്റോ ഒരു സർവീസോ നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടല്ലോ. ഈ സാധനം നിങ്ങളുടെ അടുത്ത് വിൽക്കാനുണ്ടെന്നും നിങ്ങളെന്നൊരാൾ നിലനിൽക്കുന്നുണ്ടെന്നും അങ്ങനെ ഒരു ബ്രാൻഡ് ഉണ്ടെന്നും അങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടെന്നും അങ്ങനെ ഒരു ബിസിനസ് ഉണ്ടെന്നും നിങ്ങളിൽ നിന്ന് വാങ്ങാൻ സാധ്യതയുള്ള പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് അറിയില്ല. അങ്ങനെ അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് സെയിൽ നടക്കില്ല. സെയിൽ നടന്നില്ലെങ്കിൽ കാശ് വരില്ല. കാശ് വന്നില്ലെങ്കിൽ നമ്മളുടെ മോട്ടിവേഷൻ സ്വാഭാവികമായിട്ടും കുറയും. അങ്ങനെ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് സ്റ്റോപ്പ് ചെയ്യും, വേറെ വല്ല പരിപാടിയുടെ പുറകെ പോകും. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു ബിസിനസ്സിലെ ഒരു തുടക്കക്കാരന് ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ട 2 കാര്യങ്ങളാണ് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽ. എങ്ങനെ എൻ്റെ കസ്റ്റമറെ കണ്ടെത്താം, ഇത് വാങ്ങാൻ സാധ്യതയുള്ള കസ്റ്റമറെ എങ്ങനെ കണ്ടെത്താം, എങ്ങനെ വിൽക്കാം, ഈ 2 സംഗതികളായിരിക്കണം രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങളുടെ ചിന്ത. മാർക്കറ്റിങ്ങിലും സെയിൽസിലും നിങ്ങൾ ഫോക്കസ് കൊടുക്കുക. കംപ്ലീറ്റ് ടൈം ഫോക്കസ് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ സെയിൽ ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഓൺലൈനിലൂടെ. അതിൽ യാതൊരു തർക്കമില്ല. ഇനി അടുത്തതായിട്ടൊരു ബിസിനസ് ഓണർ ചെയ്യേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബിസിനസ് ഓണറായിട്ട് മാറി. ഒരു ബിസിനസ് ഓണർ ചെയ്യേണ്ട കാര്യമാണ് തുടർച്ചയായിട്ട് കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത്. അതായത് ഒരു കോൺസ്റ്റൻറ്റ് ലേണറായിട്ട് മാറണം, കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക. ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്നറിയോ? ഇപ്പോൾ നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, കുറച്ച് വീഡിയോസൊക്കെ ഇട്ടു, നിങ്ങളുടെ കുറച്ച് ഫാമിലി ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ഇട്ടു, കുറേ വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ടു, കുറച്ച് ഓർഡറുകളൊക്കെ വന്നു. പക്ഷേ അതൊരു റൂഫിലിടിച്ചിങ്ങനെ നിൽക്കണ പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഇത്രയാണോ ഉള്ളൂ, ഇനി ഇതിനപ്പുറത്തേക്കൊന്നുമില്ലേ എന്നൊരു ചിന്ത വരും. അപ്പോൾ എന്ത് ചെയ്താലും ഇതിനപ്പുറത്തേക്ക് കടക്കാനായിട്ട് സാധിക്കില്ല എന്ന് നമുക്ക് ഒരു ചിന്ത വരും. ഇത് റൂഫാണ്, റൂഫിലിടിച്ചിങ്ങനെ ഇടിച്ചിങ്ങനെ നിൽക്കും. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ലോകം ഉണ്ടെന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കില്ല എന്ത് ചെയ്തില്ലെങ്കിൽ, കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ പഠിക്കാൻ തയ്യാറായില്ലെങ്കിൽ. നിങ്ങൾ ഫേസ് ചെയ്യുന്ന പല പ്രോബ്ലംസും നിങ്ങളെക്കാൾ മുമ്പ് പലരും ഫേസ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതിനൊക്കെ അവർ സൊല്യൂഷനും കണ്ടെത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് അവർ സോൾവ് ചെയ്തതെന്ന് അവർ തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ക്ലാസ്സുകൾ കാര്യങ്ങൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുകയും ചെയ്യുക. ഈവൻ പേയ്മെൻറ്റ് കൊടുത്തിട്ട് ചെയ്യാൻ പറ്റാത്തത് നിങ്ങൾ ഫ്രീ ആയിട്ടുള്ളതെങ്കിലും ചെയ്യുക. ബുക്സുകൾ റീഡ് ചെയ്യുക. ഇപ്പോൾ പല കാര്യങ്ങളും ഇപ്പോൾ നിങ്ങൾക്കൊരു സെയിൽ കിട്ടണം, ഒരു നിശ്ചിത എണ്ണം സെയിൽ കിട്ടുന്നുണ്ട്, എങ്ങനെ അതിൻ്റെ അപ്പുറത്തേക്ക് കടക്കാം? ഇഷ്ടം പോലെ അറിവുകൾ നമ്മളുടെ മുമ്പിലുണ്ട്. ചാറ്റ് GPT പോലുള്ള AI പ്ലാറ്റ്ഫോമുകൾ നിങ്ങൾ ഉപയോഗിക്കുക. കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്.
നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളൊന്നും ഒരു പ്രശ്നമേ അല്ല. അതൊക്കെ വളരെ ചെറിയ നിസ്സാര പ്രശ്നങ്ങളാണ്. അതിനൊക്കെ സൊല്യൂഷൻ ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ട്. നിങ്ങൾ ഇന്നോവേറ്റ് ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. ഓൾറെഡി അതിനുള്ള സൊല്യൂഷൻസൊക്കെ പുറത്തുണ്ട്. അത് പഠിക്കാനുള്ളൊരു മനസ്സ് മാത്രം കാണിച്ചാൽ മതി. എങ്ങനെ സെയിൽ കൂട്ടാം, എങ്ങനെ ഓഫർ കൊടുക്കാം, വില കൂട്ടണോ കുറയ്ക്കണോ. ഒരു കസ്റ്റമർ 2 പ്രൊഡക്റ്റ് ചോദിച്ചു വരാൻ നേരത്ത് വില കൂടിയത് ആദ്യം കാണിക്കണോ അതോ വില കുറഞ്ഞത് ആദ്യം കാണിക്കണോ? വില കൂടിയത് കാണിച്ചുകൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? സെയിൽസിൻ്റെ സൈക്കോളജി, മാർക്കറ്റിംഗ്, ഓഫർ ക്രാഫ്റ്റിംഗ്, ഇതെല്ലാം ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപകാരപ്പെടും. ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സെയിൽ ഒരാഴ്ച കൊണ്ട് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ പഠിക്കാൻ നിങ്ങൾ തയ്യാറാണോ? അപ്പോൾ ഒരു പെർപ്പച്വൽ ലേണറായിട്ട് മാറണം. കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കണം. നിരന്തരമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിട്ട് മാറണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് വളരാൻ സാധിക്കും. ഓൺലൈനിൽ നിന്നല്ല എവിടെയും വളരാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.